PM എന്ന പേര് വരരുത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ വലിയ നിർബന്ധമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 70 വയസ്സ് കഴിഞ്ഞവരുടെ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നാളിതുവരെയായും കേന്ദ്ര സർക്കാർ ഒപ്പിടാത്തത്. സത്യം പറഞ്ഞാൽ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. 20 ലക്ഷം പേരാണ് അതുവഴി കേരളത്തിലെ 70 വയസ്സ് കഴിഞ്ഞവർ ആ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കേണ്ടത്. അത് ഒപ്പിടാത്തത് വഴി സർക്കാരിൻ്റെ ബാധ്യതയാണെന്ന് പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഇപ്പോൾ 400 രൂപ കൂട്ടി. 2021 പറഞ്ഞ വാഗ്ദാനമാണ് ഈ ഇലക്ഷൻ്റെ തലേദിവസം കൂട്ടിയത്. പോട്ടെ, എന്തും ഇരിക്കട്ടെ. ആ വർദ്ധിപ്പിച്ച തുകയുടെ പകുതി മതി ഈ പദ്ധതിയുടെ ഭാഗമാകാൻ. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ എന്താണ്? ഇത്രയും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഈ പദ്ധതി ജനങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, PM എന്നുള്ള പേര് ജനങ്ങളിലെത്തരുത്. 20 ലക്ഷം കുടുംബങ്ങളിലേക്ക് അത് എത്തുമ്പോൾ അതിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുള്ള ബോധ്യമാണ് അവരത് ചെയ്യാത്തത്. ശരിക്കും ഈ നാട്ടിൽ ഏറ്റവും വലിയ ദ്രോഹം അവർ ചെയ്തത് ഈ പദ്ധതി ഒപ്പിടാത്തതാണ്.